നിപയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യാജ പ്രചരണം. സംസ്ഥാനത്ത് നിപ ബാധിച്ചവരെല്ലാം മരിച്ചെന്ന് അദ്ദേഹം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെ കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? സനോജ് സുരേന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സനോജ്, അതായത് നിപ്പയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹം ഒരു MLA കൂടിയാണ്. ഇത്തരത്തിൽ ഒരു ബാലിശമായ രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നത്? കാരണം കേരളം ഒന്നടങ്കം കോവിഡിനെയും നിപ്പയെയും ഒക്കെ അതിജീവിച്ച് വന്നൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഘട്ടത്തിൽ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് നമുക്കറിയാം, നിപ്പ വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അടക്കം കേരള സർക്കാരിനെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെയൊക്കെ അഭിനന്ദിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നേട്ടങ്ങളുമായി കേരളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തരം താണ ഒരു പ്രചാരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം നിപ ബാധിച്ച് എത്രയോ ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് വന്ന സാഹചര്യം കൂടിയുണ്ട്. സനോജ്, ഭദ്ര, രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെല്ലാം തന്നെ ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം രാഹുൽ മാങ്കൂട്ടം എല്ലാ കാലഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രസ്താവന എന്ന് വേണം കാണാൻ. നിപ്പ എന്ന് പറയപ്പെടുന്ന രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മന്ത്രി KK ശൈലജയായിരുന്ന സമയത്തായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്ന് നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിനി എന്ന് പറയപ്പെടുന്ന നേഴ്സ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ നിരവധി പേർക്ക് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായി അപൂർവമായ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക സംസ്ഥാനത്തിന് ഒന്നടങ്കം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ ഭൂരിപക്ഷം മേഖലകളും പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ആ നിപ്പയെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവർ കോഴിക്കോട് ജനറൽ ആശുപത്രിയിലെ ഒരു ജീവനക്കാരിയായിരുന്നു. അവർ ഇപ്പോഴും ഈ നിപ്പയെ അതിജീവിച്ചുകൊണ്ട് സുഖജീവിതം നയിക്കുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട്. അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നിലേറെ ആളുകൾ ഈ നിപ്പ ബാധിച്ചിട്ടും ജീവിതത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതി കൊണ്ട് ചികിത്സ കൊണ്ട് മടങ്ങി വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MLA കൂടിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭദ്ര, തീർച്ചയായും സനോജ്, അത് അങ്ങനെ തന്നെയാണ്. നിപയുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നിപ്പ ബാധിച്ചവരെല്ലാം മരിച്ചു എന്ന ഒരു കള്ള പ്രചരണം അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരണത്തെയാണെങ്കിലും അപകടത്തെയാണെങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങളെയാണെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള UDFന്റെ മറ്റൊരു തന്ത്രമാണ് ഇന്നിപ്പോൾ മറനീക്കി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പുറത്തു വരുന്നത്.